മോനെ നമ്മളെ എല്ലാവരെയും ആവേശത്തിന്റെ കുട്ടുമുടിയിൽ കയറ്റിയ ആവേശം സിനിമയുടെ 2ാം ഭാഗം അനൗൺസ്മെന്റ് പറഞ്ഞിരിക്കുന്നത് ഫഹദ് ഫാസിൽ തന്നെയാണ്. കഴിഞ്ഞ ദിവസം ഒരു പരിപാടിക്കിടെ ഫഹദ് 2 വെടികൾ പൊട്ടിച്ചു. 2 അനൗൺസ്മെന്റ് ആണ് ഫഹദ് പറഞ്ഞത്. ഒന്നാമത്തെ അനൗൺസ്മെന്റ് പേട്രിയോട്ട് സിനിമയുമായി ബന്ധപ്പെട്ടാണ്. പേട്രിയോട്ട് ഭയങ്കരമായി ആൻറ്റിസിപ്പേഷൻ ചെയ്യുന്ന ഒരു സിനിമയാണ്. മമ്മൂക്കയിൽ ലാലേട്ടനോടൊപ്പം അഭിനയിക്കാൻ സാധിച്ചത് തൻ്റെ മുജ്ജന്മ സുഹൃതമാണ് എന്നതുപോലും ഫഹദ് ഫാസിൽ പറഞ്ഞു. സ്വാഭാവികമാണ്, കാരണം അത്രയും വലിയൊരു സിനിമ, മഹേഷ് നാരായണൻ സംവിധാനം ചെയ്യുന്ന സിനിമ, കാസ്റ്റ് നിങ്ങൾ നോക്കിയേ, മമ്മൂട്ടി, മോഹൻലാൽ, കുഞ്ചാക്കോ ബോബൻ, നയൻതാര, ഫഹദ് ഫാസിൽ, അങ്ങനെ തുടങ്ങിയൊരു ഡ്രീം കാസ്റ്റ്, എത്രയോ നാളുകളായിട്ട് ഷൂട്ട് ചെയ്യുന്നൊരു സിനിമ. ഒരു ട്രെയിലർ സീംസ് പ്രോമിസിങ്, ഒരുപാട് ഈസ്റ്റർ എഗ്സ് ഒക്കെ ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. കുറേ വർഷങ്ങൾക്ക് ശേഷം മമ്മൂക്കയും ലാലേട്ടനും കൂടി ഒരുമിച്ചൊരു സിനിമയിൽ അഭിനയിക്കുന്നു എന്ന പ്രത്യേകത ഉണ്ടാകുന്നു. അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് ഈ സിനിമ പല പ്രേക്ഷകർക്കും ക്ലോസ് ടു ഹാർട്ടാണ്. ഏപ്രിൽ 23 ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തുന്നത്. ഇനി 2.5 മാസം മാത്രം കാത്തിരുന്നാൽ മതി ആ സിനിമയ്ക്ക് വേണ്ടി, കാരണം എത്രയോ നാളുകളായിട്ട് ആ സിനിമയ്ക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ്. അപ്പോൾ മഹേഷ് നാരായണൻ പോലും കഴിഞ്ഞ ഇപ്പോൾ MBIF പോലുള്ള വേദികളിലൊക്കെ വന്ന് സംസാരിക്കുമ്പോൾ പോലും അയാൾ വളരെ കോൺഫിഡൻ്റ് ആണ് അയാളുടെ സിനിമയെക്കുറിച്ച്. ഈസ് വെരി കോൺഫിഡൻറ്റ്. പേട്രിയോട്ടിനെ പറ്റി സംസാരിക്കുന്നതായിക്കോട്ടെ, അല്ലെങ്കിൽ മമ്മൂക്കയുടെയും ലാലേട്ടനെയും ഒക്കെ പറ്റി മഹേഷ് നാരായണനോട് ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു. അതിലെല്ലാം അദ്ദേഹം കൃത്യമായ ക്ലിയർ ഡിസ്റ്റിങ്ക്റ്റ് ആൻസറാണ് അദ്ദേഹം കൊടുത്തിരുന്നത്. അപ്പോൾ ഫഹദ് പറയുമ്പോഴും ആ പ്രോജക്റ്റിന് മേൽ നിങ്ങൾക്ക് എല്ലാവർക്കും ആ പ്രോജക്റ്റ് ഇഷ്ടമാകും, നല്ലൊരു സിനിമയായിരിക്കുമെന്ന് ഫഹദ് പറയുമ്പോൾ പോലും അത് വളരെയധികം ആശ്വസിക്കാൻ കഴിയുന്നതാണ്. ഒരു കാര്യം കൂടി ഫഹദ് പറഞ്ഞു, ഫഹദാണ് വില്ലൻ എന്നതും കൂടി പറഞ്ഞു. സോ ദാറ്റ് വാസ് എൻ ഈസ്റ്റർ എഗ്. ഫഹദാണ് ഈ സിനിമയിലെ വില്ലൻ എന്നതും കൂടി തുറന്നു പറഞ്ഞതുപോലെ മമ്മൂട്ടി മോഹൻലാൽ വേഴ്സസ് ഫഹദ് ഫാസിൽ എന്നുള്ള രീതിയിലേക്ക് മാറി. അതൊരു ഗംഭീരമായ ക്ലാഷ് ആയിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. എന്തായാലും ഫഹദിൻ്റെ വില്ലനിസം നമ്മൾ പലതിലും കണ്ടു, ഇപ്പോൾ പുഷ്പയിലൊക്കെ കണ്ടു, വിച്ച് ഡിഡ് നോട്ട് വർക്ക് ഫോർ മീ. എന്തായാലും ഫഹദിൻ്റെ ആ ഒരു വില്ലനിസം ഒന്നും അല്ലാതെ ഇത് വേറൊരു ഷെയ്ഡിൽ മഹേഷ് ഫഹദിനെ പ്രസൻറ്റ് ചെയ്യും, കൊണ്ടുവരുമെന്നാണ് വിശ്വസിക്കുന്നത്. ഒരുപാട് പ്രൊഡ്യൂസേഴ്സ് ഈ പടവുമായിട്ട് ലൈനപ്പ് ചെയ്തിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട പ്രൊഡ്യൂസർ ആൻറ്റോ ജോസഫ് തന്നെയാണ്, ഈ സിനിമയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നിർമ്മാതാവ്. എന്തായാലും ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് കട്ട വെയിറ്റിംഗ് ആണ്. അതിൻ്റെ കൂട്ടത്തിലാണ് മമ്മൂട്ടി മോഹൻലാൽ നായകനായി എത്തുന്ന സിനിമയിൽ ഫഹദ് വില്ലനാകുന്നു എന്നുള്ളതും കൂടി ഫഹദ് കഴിഞ്ഞ ദിവസം പൊട്ടിച്ചത്. അതിൻ്റെ കൂട്ടത്തിലാണ് ഫഹദ് പറയുന്നത് രംഗെണ്ണം വരും, ആവേശം 2 വരും എന്നുള്ളത് ഫഹദിൻ്റെ അനൗൺസ്മെൻറ്റ് വരുന്നത്. അതായത് ആങ്കർ മിഥുനായിരുന്നു. മിഥുൻ ഫഹദിനോട് ഡയറക്റ്റ് ചോദിക്കുകയായിരുന്നു, ആവേശം ഉണ്ടാകുമോ, രംഗെണ്ണം തിരികെ വരുമോ എന്നുള്ളത്. ഒറ്റ വരും. അത് വളരെ സ്ട്രോങ് ആയിട്ട് തന്നെയാണ് ഫഹദ് പറഞ്ഞത്, അല്ലാതെ വരുമായിരിക്കാം ഇല്ലായിരിക്കാം എന്നൊന്നും അല്ല പറഞ്ഞത്. അതായത് സോ ദാറ്റ്സ് ക്ലിയർ ദാറ്റ് ഒരു ജിത്തു മാധവൻ ഫഹദ് തമ്മിലുള്ള ഡിസ്കഷൻസ് ഉണ്ടായിട്ടുണ്ടാകാം, സ്ക്രിപ്റ്റ് ലോക്ക് ചെയ്തിട്ടുണ്ടാവാം, എന്തുകൊണ്ടാവാം. മാത്രമല്ല ഫഹദ് പറയുന്നൊരു കാര്യം 2027-28 തന്നെ ചിലപ്പോൾ റിലീസും ഉണ്ടായിരിക്കാമെന്നും പറയുന്നു. സോ ദാറ്റ് മേക്സ് ഇറ്റ് ക്ലിയർ ദാറ്റ് ഇതിൻ്റെ സ്ക്രിപ്റ്റ് ഡിസ്കഷൻസ് പരിപാടികളൊക്കെ ഏകദേശം ധാരണയായിട്ടുണ്ട് എന്നതാണ് വിശ്വസിക്കുന്നത്. ഇനി ഷൂട്ട് ചെയ്ത് ഇറക്കേണ്ട താമസം മാത്രമേ ഉള്ളൂ എന്നത് ഫഹദിൻ്റെ വാക്കുകളിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നുണ്ട്. ഇപ്പോൾ സേ ഫോർ എക്സാമ്പിൾ ആവേശം തീർത്ത ഓളം എന്തായിരുന്നു? ഒരുപക്ഷെ ജിത്തു മാധവൻ എന്ന സംവിധായകൻ വരുന്നു. ഒരു രോമാഞ്ചത്തിന് ശേഷം ജിത്തു മാധവൻ, രോമാഞ്ചം കൊണ്ട് തന്നെ ജിത്തു മാധവൻ്റെ പേര് അപ്പം തന്നെ ഭയങ്കര ഫെമിലിയർ ആയി തുടങ്ങി. ആ രോമാഞ്ചം ഗംഭീരമായി സക്സസ് ആയി മാറി. ആവേശത്തിലേക്ക് വരുമ്പോഴേക്കും ഫഹദിനെ എങ്ങനെയായിരിക്കും പ്രസൻറ്റ് ചെയ്യാൻ പോകുന്നത്? പോസ്റ്റേഴ്സ് എല്ലാം നമുക്ക് ഭയങ്കരമായിട്ട് ഹൈ തന്നിരുന്നതാണ്. ഒരു ഏപ്രിൽ 11 ആവേശത്തിന് റിലീസ് എന്നാണ് എനിക്ക് തോന്നുന്നത്, ഇഫ് ഐ എം നോട്ട് റോങ്. അപ്പോൾ ആ സമയത്ത് ഫഹദ് വരുന്നു. ഫഹദ് എങ്ങനെയായിരിക്കും പ്രസൻറ്റ് ചെയ്യാൻ പോകുന്നതെന്ന് പറയുമ്പോഴാണ് സിനിമ ഇട്ടാകെ ഒരു ഹ്യൂമർ റൈഡ്. ഫഹദിൻ്റെ ഹ്യൂമർ വേറെ ലെവലിലോട്ട് പോകുന്നു. ഒരു ബാംഗ്ലൂരിലെ കോളേജ് പിള്ളേരുടെ കഥ പറയുന്ന സിനിമ, ഗുണ്ട സെറ്റപ്പ് എല്ലാം കൊണ്ട് രോമാഞ്ചത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞ ആ യൂത്ത് ഫാമിലി ഓഡിയൻസിനെ ഇങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ ജിത്തു മാധവന് വലിയ കഷ്ടപ്പെടേണ്ടി വന്നില്ല. അത് ആ ഒരു ഓളത്തിൽ തന്നെ കൊണ്ടുപോകാൻ സാധിച്ചു. ഇപ്പോൾ ജിത്തു സംവിധാനം ചെയ്തത് സൂര്യ ചിത്രമാണ്. അതിനകത്ത് ഭയങ്കരമായ എക്സ്പെക്റ്റേഷൻസ് ആണ് നിൽക്കുന്നത്. എങ്ങനെയായിരിക്കും സൂര്യ പ്രസൻറ്റ് ചെയ്യാൻ പോകുന്നത്? രംഗണ്ണനെ കൊണ്ടുവന്ന പോലെ ആ ഒരു മാജിക് മസാല പരിപാടികളിൽ തന്നെയായിരിക്കും സൂര്യ പ്രസൻറ്റ് ചെയ്യാൻ പോകണമെന്ന് വലിയ ആഗ്രഹമുണ്ട്. കാരണം സൂര്യ അങ്ങനെ കണ്ടിട്ട് കുറേ നാളായി. അപ്പോൾ അങ്ങനെയായിരിക്കുമോ വരാൻ പോകുന്നത് എന്നുള്ള ചോദ്യങ്ങൾ ഒരു പക്ഷത്ത് നിൽക്കുമ്പോഴാണ് ജിത്തു വീണ്ടും ആവേശം 2 വരുന്നു എന്നുള്ളത് ഫഹദിൻ്റെ വാക്കുകളിൽ നിന്ന് തന്നെ വ്യക്തമാകുന്നത്. വിച്ച് ഗിവ്സ് എ ഹ്യൂജ് സർപ്രൈസ്. ഒരുപാട് എമൗണ്ട് ഓഫ് എക്സ്പെക്റ്റേഷൻസ്, ഹോപ്പ് എല്ലാം കിട്ടുന്ന ഒരു സിനിമ ആരാധകർക്ക് എല്ലാവർക്കും തന്നെ വലിയ ആവേശം ഉണ്ടാക്കുന്ന ഒരു വാർത്തയായിട്ടും കൂടി ആവേശത്തിൻ്റെ 2ാം ഭാഗം മാറുന്നു എന്നതും കൂടി പറയാതിരിക്കാൻ സാധിക്കില്ല. ഇനി ഏത് ടെറയിലായിരിക്കും സെറ്റ് ചെയ്യുക, എങ്ങനെയായിരിക്കും ഇതിൻ്റെ കഥ മുന്നോട്ട് പോവുക തുടങ്ങി ഒരുപാട് ചോദ്യങ്ങൾ നിൽക്കുന്നുണ്ടെങ്കിൽ പോലും ഇറ്റ് ഡിസേർവ്സ് എ സെക്കൻഡ് പാർട്ട്. അതൊരു ഫസ്റ്റ് പാർട്ടിൽ വേണമെങ്കിൽ ഒതുക്കാൻ കഴിയുന്നൊരു സിനിമ തന്നെയാണ് ആവേശം. സെക്കൻഡ് പാർട്ട് കിട്ടിയോ മതിയാവൂ എന്നുള്ളൊരു പടമല്ല. ബട്ട് സ്റ്റിൽ ഇഫ് ഇറ്റ് ഹാസ് എ സെക്കൻഡ് പാർട്ട് എന്നാൽ പോലും ഇതിന് ദോഷമൊന്നുമില്ല. അപ്പോൾ അത്
നല്ലോണം പുൾ ഓഫ് ചെയ്യാൻ കഴിയുമെന്നാണ് വിശ്വസിക്കുകയും ചെയ്യുന്നത്. എന്തായാലും ഒരുപാട് എക്സ്പെക്ടേഷൻസ് ആവേശം 2-ലും നിൽക്കുകയാണ്. അതോടൊപ്പം തന്നെ പേട്രിയോട്ടുമായി ബന്ധപ്പെട്ട ഫഹദ് നടത്തിയ ഈ ഒരു അനൗൺസ്മെൻറ്റും കൂടി സോഷ്യൽ മീഡിയയിൽ കത്തുകയാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.